ഞങ്ങൾ ഈ മൂലഭാഷയിലെ ആരെങ്കിലും ഉപദേശത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞു, പക്ഷെ ആരെയും കിട്ടിയില്ല. ഈ ഞാൻ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതിയപ്പോഴൊക്കെ, അതായത് പ്രണയമായി, ആര്യ, ലക്ഷ്മി, അങ്ങനെ കുറേ സിനിമകളിലാണ് എഴുതിയത്. അവിടുത്തെ അർത്ഥം അന്വേഷിച്ച് പോയിട്ടേ ഇല്ല. അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയില്ല. നാദാ ബംഗാ സോറിയുടെ അർത്ഥം ഇതുവരെ എനിക്കറിയില്ല. അതാണ് 4000 ആക്കിയത്. ഈ ലിപ് മൂവ്മെൻ്റ് അനുസരിച്ചത് 4000 ആക്കാൻ ഒരു 4-5 മണിക്കൂർ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. ഇത് 4000 ആക്കിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി, ഒരു ആത്മനിന്ദയുണ്ടായി എനിക്ക്. വലിയ വലിയ രീതിയിൽ പാട്ടൊക്കെ എഴുതാമെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ട് ഈ 4000 സോറിയൊക്കെ എഴുതേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം. പിന്നെ ഈ ഖാദർ ഹസൻ എന്ന് പറയുന്ന ആൾ ഇതെഴുതുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. അത് ഒരു കഥാപാത്രമായിട്ടുണ്ട് സൺഡേ ഹോളിഡേയിൽ. അതെ അതെ. അപ്പൊ ജിസ് ജോയ് ഇത് കണ്ടോണ്ടിരുന്നിട്ട് അദ്ദേഹം ഒരു കഥാപാത്രമാക്കി സിദ്ദിഖ് അഭിനയിച്ചല്ലോ. വയലാർ എഴുതുമോ എന്ന് ചോദിച്ച പോലെ. അപ്പൊ നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടായി. പക്ഷെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പോസ്റ്റർ കാണുകയാണ്. ലോകത്താദ്യമായി ഒരു കാമുകൻ 4000 സോറി പറയുന്നു. അതാണ് പരസ്യവാചകം. ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായി ഒരു കോളേജിൽ ആർട്സ് ഉദ്ഘാടനത്തിന് വിളിക്കുക. ഈ ഹരിഹരൻ പിള്ളയും വെട്ടവും എഴുതിയ ആളെ തിരക്കാത്ത പുതിയ തലമുറ ഈ പാട്ട് ഹിറ്റായപ്പോൾ അത് വല്ലാത്തൊരു ആനന്ദകരമായി എനിക്ക് തോന്നി. ആര്യയും അതുപോലെയായിരുന്നു. ആര്യയിലും തമ്മിൽ വഴക്കിടുമ്പോൾ ഉള്ള പാട്ടുകൾ ഒക്കെ തകതിമിതവും പ്രണയമായാലും ഉണ്ട്. ഈ BA കാരനും MA കാരും തമ്മിലുള്ള ഒരു വഴക്കാണ്, ഒരു റാഗിങ് സോങ് ആണ്. അവിടെ എന്താണ് പറയുന്നതെന്ന് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവിടെ എന്തോ പറയുന്നു. അതാണ് കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരുക്കൻ ക്ലാസ് റൂം സബ്ജക്ട്സ്, ഇതെല്ലാം അപ്പടി നോയ്സൻസ്. ക്യാമ്പസിൻ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ്, പഠിക്കൂ പുത്തൻ ലോ ബുക്സ്, വെരി ഇമ്പോർട്ടൻറ്റ് സിലബസ്. ഇത് നമ്മൾ നമ്മുടെ അറിവോ ഒന്നുമല്ല പാട്ടിൽ പ്രകടിപ്പിക്കേണ്ടത്. പാട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സംവിധായകൻ പറയുന്നു, അല്ലെങ്കിൽ സിനിമ ആവശ്യപ്പെടുന്നു. അതാണ് ആവേണ്ടത്. ഇപ്പോൾ നിന്റെ നെഞ്ചിൽ തക്കാളി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതില്ല. ഇവിടെ അങ്ങനെ ഒരു സാംസ്കാരിക ബോധമല്ലല്ലോ. ഒരു ഐസ്ക്രീമും കൊണ്ട് ഒരു കുട്ടി നടക്കുമ്പോൾ പുറകെ നടന്ന് നായകൻ പറയുന്നത് പച്ചത്തെറിയാണ് തെലുങ്കിൽ. അതിവിടെ എഴുതാൻ ഖാദർ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്, വലിയ സ്വപ്നങ്ങൾ കണ്ട് നടക്കുന്നൊരു പാവമാണ് ഞാൻ. അപ്പം നീ ഇഷ്ടമുള്ള എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഐസ്ക്രീമിനെ ബുദ്ധി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുമണി നീ, ലൈറ്റിങ്ങിലെ സ്ലിമ്മായിടും മോളെ എന്ന് എഴുതിയത്. പക്ഷെ ഖാദർ ഹസൻ എപ്പോഴും വിടില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഈ ഡബ്ബിംഗ് പടത്തിൽ നിന്ന് പതുക്കെ മാറുകയും അത് ചില അഭിമുഖത്തിലൊക്കെ പറയാൻ അന്നത്തെ കാലത്ത് അത് പറഞ്ഞത് വലിയൊരു ധൈര്യമാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട്. കാര്യം പ്രതിഫലം മര്യാദയ്ക്ക് കിട്ടുന്നൊരു ഫീൽഡായിരുന്നു. ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കാണുന്ന ഗാനരചയിതാക്കളൊന്നും ഒന്നും രംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ വളരെ സേഫായി ഇച്ചിരി പൈസ കിട്ടുന്ന ആ മേഖല വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത്, മലയാള സിനിമയിൽ ഒരു അവസരം കിട്ടണമെങ്കിൽ ഡബ്ബിംഗ് പടത്തിൽ പാട്ട് എഴുതി സജീവമായി നിൽക്കുന്ന ഒരാളെ മലയാള സിനിമ പരിഗണിക്കുകയില്ല. പിൽക്കാലത്ത് അങ്ങനെ സംഭവിച്ചവരുടെയൊക്കെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ പരിഗണിക്കുകയില്ല. പക്ഷേ അല്ലു അർജുൻ പടങ്ങളുടെ പാട്ടുകൾ നോക്കുമ്പോൾ ഏതോ പ്രിയരാഗം മൂളുന്നു ഒക്കെ ഇപ്പോഴും ആൾക്കാർ മൂളുന്ന പാട്ടുകളാണ്. അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടും ഇപ്പോൾ അല്ലു അർജുൻ ശ്രേണികളിൽ ടോപ്പ് ഹിറ്റുകളിൽ ഒന്ന് തന്നെയാണ്. ഈ പുഷ്പ ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരി. ഈ അല്ലു അർജുൻ ഇവിടെ ആ പടത്തിൻ്റെ പ്രൊമോഷന് വേണ്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ ആരും അറിയില്ല ആ മനുഷ്യനെ. ആരും അറിയാത്ത ഒരാൾ എറണാകുളത്ത് വന്നപ്പോഴൊക്കെ ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒന്നും തോന്നിയില്ല നമുക്ക്. ഒരു നടൻ പ്രണയമായി വിജയിച്ചതുപോലെ ഇതും വിജയിക്കും, ഇതിനപ്പുറം. പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും ഇവരില്ലല്ലോ. നമ്മുടെ ആഗ്രഹത്തിലോ ആരാധനാ വലയത്തിലോ ഒന്നും ഇവരാരും ഇല്ല. അപ്പോൾ നമുക്ക് സിനിമയിൽ പാട്ടെഴുതണം, മലയാള സിനിമയുടെ സജീവമായ ഒരു വഴിയിലൂടെ ഒരു ഓരം ചേർന്നെങ്കിലും നടക്കണം എന്ന ആഗ്രഹമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. അങ്ങനെ ഡബ്ബിംഗ് സിനിമയിൽ പാട്ടെഴുതുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് ഗുണമുണ്ടായി. അതിനുശേഷമാണ് കനകസിംഹാസനം എന്ന സിനിമയിൽ പാട്ടെഴുതാൻ കഴിഞ്ഞത്. അതിനുശേഷമാണ് ഒരുപാട് ഹിറ്റ് പടങ്ങൾ സജീവമായി ഒരു മലയാള സിനിമയിലെ ഗാനരചയിതാവെന്ന രീതിയിൽ ആ രംഗത്തുള്ളവർ, സിനിമയിലുള്ളവർ, പുറത്തുള്ളവരല്ലല്ലോ. പുറത്തുള്ളവർക്ക് എല്ലാ പാട്ടും തുല്യമാണ്, നല്ല പാട്ട് വേണം. പക്ഷെ അകത്തുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത്. ഞാൻ മാക്ട എന്നൊരു സംഘടന ഉണ്ടല്ലോ, ഞങ്ങളുടെ സംഘടന. ആ സംഘടനയിൽ 3 സിനിമയിൽ പാട്ടെഴുതിയാലേ അംഗത്വം കിട്ടുള്ളായിരുന്നു.
ആ 3 സിനിമയാകാൻ വേണ്ടി ഞാനൊരു 6 വർഷം കഷ്ടപ്പെട്ടു. ആദ്യത്തെ 2 പടം കഴിഞ്ഞിട്ട് ആദ്യത്തെ 2 പടം കഴിഞ്ഞ് പിന്നെ ഒരു 4-ാമത്തെ വർഷം 5-ാമത്തെ വർഷം കഴിയുമ്പോഴാണ് ഈ കനകസിംഹാസനം വരുന്നത്. അതിനിടയ്ക്ക് ഡബ്ബിംഗ് പടത്തിൽ ഇങ്ങനെ പെട്ടുപോയി. 3-ാമത്തെ ഒരു സിനിമയില്ലാതെ കഷ്ടപ്പെട്ടു. ഈ സംഘടനയിൽ ചെന്നാൽ ഇവരെല്ലാം കാണാമല്ലോ എന്ന് ആഗ്രഹം കൊണ്ടാണ്. എപ്പോഴും കാണാമല്ലോ ആരാധിക്കുന്നവരെ, ഒരു ജനറൽ ബോഡിയിലെങ്കിലും അടുത്തിരിക്കാമല്ലോ. അത് എം ജയചന്ദ്രനുമായിട്ടുള്ള പ്രിയതമേ ശകുന്തള ഒരു ബ്രേക്കാണ്. തീർച്ചയായിട്ടും. പ്രിയതമേ ശകുന്തളെ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ. അത് ഒരു ദുഷ്യന്തൻ പറയേണ്ടതുള്ളതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞത്. ദാസാറിന്റെ ശബ്ദം അത് ജാനകിയമ്മ കൂടെ പാടണമെന്ന് സേന സാറ് പറഞ്ഞു. പക്ഷെ കിട്ടിയില്ല. ചിത്ര ചേച്ചി കൂടെ പാടി. എം ജയചന്ദ്രനുമായിട്ട് അതിന് മുമ്പ് മഹാമായ എന്ന ആൽബം ഉണ്ടായി, മനോരമയുടെ. ചിത്ര ചേച്ചി പാടിയ ആൽബം. പിന്നെ ക്യാമ്പസ് എന്ന ഈസ്റ്റ് കോസ്റ്റിൻ്റെ ആൽബം. ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ആത്മബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു. അത് സഹായകരമായി കനകസിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ. 10-25 പടത്തിൽ കൂടുതൽ ഞങ്ങൾ 32ഓളം സിനിമയിൽ 32 ചെയ്തു അല്ലേ? അടിപൊളി. കുറേ നല്ല പാട്ടുകൾ, മല്ലു സിംഗ്, റോമൻസ്, അങ്ങനെ കുറേ നല്ല പാട്ടുകൾ. ഈ ഭാര്യ 1, മക്കൾ 3, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം. അതും ദാസാറിന്റെ ശബ്ദത്തില് ഭയങ്കര രസമാണ്. അതെ. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ. ഇത്ര ആത്മാർത്ഥമായ ഒരു പാട്ടിൽ മുഴുകി അവസാനത്തെ പിന്നെ രംഗത്ത് പോലും ആ പാട്ടിനെ പ്രണയിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്ന വരി അത്ര പെർഫെക്റ്റോടെ തന്നെ പാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അതിൽ തന്നെ മുഴുകുന്നൊരു സംഗീത സംവിധാനം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയേറെ. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് ശരിയാകാൻ വേണ്ടി. പക്ഷെ ചെറിയ തർക്കങ്ങളൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള തർക്കം. നമ്മൾ 12 പടത്തിൽ കൂടെ സഹകരിച്ച സംഗീത സംവിധാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തമ്മിൽ കാണാനുള്ള ഭാഗ്യമില്ലാതെ മലയാളിയായിട്ട് ജീവിച്ചിരിക്കുന്ന സംഗീത സംവിധായകരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോഴാണ് അടുത്ത ഒരു മുറിക്കകത്ത് 10-30 സിനിമയിൽ ഇരിക്കുമ്പോഴുണ്ടാവുന്ന ആത്മബന്ധം ഉണ്ടല്ലോ, ആ ആത്മബന്ധത്തിലാണ് നമുക്ക് തർക്കം ഉണ്ടാവുന്നത്, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നത്. പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ സങ്കടം ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഓർമ്മകളുണ്ടല്ലോ, ഒരുപാട് ഓർമ്മകളുണ്ട്. അടുത്തിരുന്നത് കൊണ്ട് മനസ്സ് കടുപ്പമുള്ളതാവും. ഞാൻ എഴുതിയൊരു കവിത തന്നെയുണ്ട്. അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം, അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകമ്പൊരുൾ തമ്മിൽ പകർന്നിരുന്നിടാം, അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല അറിഞ്ഞുകൊള്ളുക. അപ്പോൾ എനിക്ക് കുട്ടൻചേട്ടനോട് വലിയ ആത്മബന്ധമാണ്, പറഞ്ഞു തീർക്കാനാവാത്ത ആത്മബന്ധമാണ്. പക്ഷെ മനസ്സിൽ ഒന്നും എൻ്റെ ഇരിക്കില്ല. അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയും. മുമ്പിലൊരു ക്യാമറ ഉള്ളത് കൊണ്ട് അത് വലിയ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിലൊക്കെ വന്നത്. അതൊരു കച്ചവടമാണ്. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ വസ്തുതമായ കാര്യമാണ്. അദ്ദേഹം ഒരു ജെനുവിൻ പേഴ്സണാണ്. ഈ ചട്ടക്കാരിയിലെ 2 പാട്ടും ശ്രേയാജി പാടിയിരിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമല്ലേ? അത്രയും വലിയൊരു ഗായിക നമ്മുടെ പാട്ട് പാടുക എന്ന് പറയുന്നത്. അതെ വലിയ ഭാഗ്യമാണ്. കാര്യം ചട്ടക്കാരി എന്ന സിനിമ, ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് 1 വയസ്സാണ്. ഞാൻ 73-ലാണ് ജനിച്ചത്. 74-ലാണ് ആദ്യ ചട്ടക്കാരി. അപ്പോൾ അന്ന് 1 വയസ്സാണ്. അന്ന് മന്ദസമീരനിൽ ആ പാട്ടൊക്കെ ഹിറ്റാണ്. എനിക്കൊക്കെ ഒരു 12 വയസ്സ് 13 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ചട്ടക്കാരി നാട്ടുംപുറങ്ങളിൽ നാടകങ്ങൾക്ക് പകരം ഇതിങ്ങനെ കാണിക്കാൻ കൊണ്ടുവരും. അങ്ങനെയാണ് ഞാൻ ആദ്യം ചട്ടക്കാരി കാണുന്നത്. അപ്പോൾ ആ ചട്ടക്കാരി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വലിയ സന്തോഷകരമായ കാര്യം. അത് സന്തോഷ് സേതുമാധവൻ എന്ന സേതുമാധവൻ സാറിൻ്റെ മകൻ തന്നെ സിനിമയാക്കുന്നു. ദേവരായ മാഷിൻ്റെ ശിഷ്യൻ അതിൻ്റെ സംഗീതം ഒരുക്കും. അപ്പോൾ അതിൽ വലിയ ഭാഗ്യമാണ്. നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട്. മറ്റേ പാട്ട് കുറുമൊഴിയുടെ കൂട്ടിലെ കുളിരൊളി വെയിൽ മായവേ എന്നാണ് ആ പാട്ട്. ഇത് ടൈറ്റിൽ സോങ് ആണ്.